എന്തുമാത്രം ചരിത്രം ഉറങ്ങുന്ന മണ്ണാ അത്. ഞാനീടെ മേങ്കാഫ് ഒന്നുകൂടെ വായിച്ചു. നീ വായിച്ചു കാണുമല്ലോ അല്ലേ? എന്തോ അത് ഈ പെന്തക്കോസ്തുകാരുടെ വല്ല പുസ്തകമാണോ? ഇവിടൊക്കെ ഇപ്പൊ അതാ ഫാഷൻ എന്നാ പറയുന്നേ. എടാ പോത്തെ, ഹിറ്റ്ലറിന്റെ ആത്മകഥ. ഓ ഓ ഓ ഓ ഓ ഓ. ചെയ്തു പോയ നരകപാപങ്ങൾക്കൊന്നും അർഹിക്കുന്ന ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ട കുറ്റവാളിയാണ് അയാൾ. മാത്തുക്കുട്ടിയെ ഇങ്ങനെ കോനാടിച്ചിരുന്നാ മതിയോ? ഇന്ന് ആൾക്കാള് കിട്ടണമെങ്കിലേ കോഴഞ്ചേരിക്ക് പോണം. തൂണാ എന്നാ എന്നാന്ന് വെച്ചാ പോയി മേടിച്ചോണ്ട് വാടാ. എന്റെ അച്ഛൻ ഷാപ്പ് നടത്തിയതേ പണ്ടായിരുന്നു. അങ്ങേരിയത്ത് മണ്ണായിട്ട് കൊല്ലം 16 അതൊക്കെ എനിക്ക് അറിയാടാവൂ. എന്ന് വെച്ചാ ഓസല് കിട്ടുകയല്ലെന്ന് കാശ് കൊടുക്കാൻ. എളുപ്പമാട്ടെ. മരുന്ന് വരുമ്പോഴേക്ക് ഞാനും സോളമനും കൂടെ പന്നിക്കിട്ടൊരു പണി കൊടുക്കാം. ഏത് പന്നിക്ക്? പന്നിയിറച്ചിക്ക്. ആ നല്ല ചെലവാ വന്നപ്പം തൊട്ട്. കിടന്നു കിടന്നു. തനിച്ച് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. സോളമൻ കൂടെ ഇല്ല അഞ്ഞിട്ടാ. ഇപ്പോഴും അപ്പന്റെ കൂടെ തന്നെ കിടപ്പന്തവൻ പറഞ്ഞായിരുന്നു. 7ാമത്തെ വയസ്സ് മുതൽ അവൻ്റെ അപ്പനും അമ്മച്ചിയും ഞാനല്ലയോ. നമുക്ക് ഇവനെ ഒന്ന് കെട്ടിക്കണ്ടായോ? വേണം, പക്ഷെ അവൻ പിടി തരുന്നില്ലല്ലോ. ഈ ഈ തടിയുടെ ഒരു കോംപ്ലക്സും ഉണ്ടവന്. അതൊക്കെ നമുക്ക് തപ്പിയെടുക്കാവുന്നേ. ആ, അത് കഴിഞ്ഞിട്ട് വേണം ചില യാത്രകളൊക്കെ ഒന്ന് പോകാൻ. ആ ആളുകൾ ഈ പ്ലാങ്കമൺ ഗാന്ധി എന്നൊക്കെ വിളിക്കുമെങ്കിലും ഞാൻ ഈ സബർമതി ആശ്രമം പോലും കണ്ടിട്ടില്ല. അവിടെ ഒന്ന് പോകണം. അപ്പൊ ഹിറ്റ്ലറൊക്കെ അറിയാവുന്നില്ലയോ പറഞ്ഞേ? ഹിറ്റ്ലറുടെ നാട് കണ്ടായോ? എത്ര കാലമായി ഞാൻ ജർമ്മനിക്ക് വിളിക്കുന്നു, വരാഞ്ഞിട്ടല്ലയോ? വരാം വരാം. കാണണമെന്ന് ആഗ്രഹമുള്ള നാടാ അത്. ആ, അതാണ്ടേ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഞാൻ സമയം വിളിക്കുന്നു. നീ സംസാരിക്കേ. ഹലോ, ആ പറഞ്ഞാട്ടെ. ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ആ എന്നാ? ഞാൻ വീട്ടിലല്ല, പിന്നെ എവിടാ? ഞാൻ തോമസ് സാറിന്റെ വീട്ടിലാ. അതെന്നെ വീട്ടിൽ കിടക്കാത്തെ? അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടായോ? ആ, തനിച്ച് കിടന്നാൽ എന്നാ പേടിക്കൂ? നിങ്ങൾക്ക് കണ്ടവന്റെ ദിണ്ണെ പോയി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. ശരി, ഇനി തുടങ്ങണ്ട, നാളെ വിളി. ഇന്ന് വേറെ വീട്ടിലൊന്നും വിസിറ്റിന് പോയില്ലായിരുന്നോ? ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്ന് വെച്ചാ നാളെ തൊട്ട് ഇറങ്ങാൻ പോവാന്നോ? ചെല്ല് ചെല്ല്, കാത്തിരിപ്പുണ്ടാവും. കല്യാണമൊന്നും കഴിക്കാതെ പ്രേമനൈരാശ്യത്തിൽ ഒരുത്തി ഉണ്ടല്ലോ അവിടെ. നിനക്ക് ഈ പാതിരാത്രി വിളിച്ച് കൊള്ളാവുന്ന കാര്യമൊന്നും പറയാനില്ലയോ? എനിക്ക് പറയണം തോന്നുന്നത് ഞാൻ പറയും. അതിപ്പോ ഏത് തമ്പുരാനായാലും. അതെ, 2 പിള്ളേരുടെ അപ്പനാന്നുള്ളത് മാത്രം പൂർവ്വകാമുകളുടെ മുഖം കാണുമ്പോൾ മറന്നു പോവരുത്. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ചുമ്മാ. ഓ, പിടിക്കത്തില്ലല്ലോ എന്റെ സംസാരം. ഹൽദി ക്ലബ്ബ്. അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇല്ലയോടാ? എവിടെ വിചാരണ തടവുകാരെന്ന് പറയത്തില്ലയോ സാറേ? ശിക്ഷ വിധിക്കുകയുമില്ല, തൂക്കി കൊല്ലുകയുമില്ല. അങ്ങനെ കിടക്കും, കിടന്ന് അനുഭവിക്കും. ഇപ്പോ ഏത് തലനിലച്ചവനും പറയാനുള്ളതേ എനിക്കും പറയാനുള്ളൂ. എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതല്ലയോ സാറേ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അത് അറിഞ്ഞും വെച്ച് പിന്നെയും മനുഷ്യനെ പരീക്ഷിക്കുക. ആ, ഒരു പെണ്ണിനോട് ചെയ്ത ചതിവ്, അതിനുള്ള ശിക്ഷ. ആ ഇലക്ട്രിസിറ്റി പോലുള്ള പണിയൊക്കെ ഇട്ട് നാട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. കടം കയറി മുടിഞ്ഞപ്പം അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോഴാ ഈ ജർമ്മൻകാരുടെ ആലോചന വരുന്നത്. അങ്ങനെയല്ലോ ഞാൻ എന്നെ തന്നെ 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. നടന്നത് നടന്നു, ഇനി പറഞ്ഞിട്ടെന്നാ കാര്യം? റോസിയെ ഒന്ന് കെട്ടിച്ചയക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ ഒരു രക്ഷയില്ല. വലിയ കടമ്പിടുത്തക്കാരിയാ. ഇത്തവണ ഞാൻ ഏതായാലും ഒന്ന് കാണും. അവൾ ഇനി ജർമ്മനി ചവിട്ടി മതിച്ചാലും വേണ്ടതല്ല. ഇതിപ്പോ എത്ര വർഷം കഴിഞ്ഞുള്ള വരവാ? 5 കൊല്ലം. ജാൻസമ്മയും പിള്ളേരും നന്നായിരിക്കുന്നു? എനിക്ക് സുഖമാണെന്നൊന്നും എന്തോ അന്വേഷിക്കാത്ത? കണ്ടാലറിയാലോ നന്നായിരിക്കുന്നു. തടി ഇച്ചിരി കൂടിയിട്ടുണ്ട്. നിറവും വണ്ണവും ശകലം കുടവേറും. അതാ നമ്മുടെ ആളുകളുടെ ഇടയിൽ നന്നായിരിക്കുന്നതിന്റെ ലക്ഷണം. വീട്ടിലോട്ട് ഇറങ്ങുന്നില്ലേ? വരാം. ഇപ്പോഴും അമ്മച്ചെ കാണാൻ ഒരു പ്രയാസമാണ്. ഓ, അതൊക്കെ എന്നെ എല്ലാരും മറന്ന കാര്യം. കൊച്ചായനെ മാത്രമേ ആ കെറിവ് മാറാതെ ഉള്ളൂ. റോസിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഓ, എന്നാ പറയാനാ? ടീച്ചർ ഉദ്യോഗവും പള്ളിയും പാട്ടൊക്കെ ആയെങ്കിലും കഴിഞ്ഞു പോകുന്നു. ഞാൻ ഇറങ്ങട്ടെ. അമ്മച്ചിയോട് പറഞ്ഞേക്കാം ജർമ്മൻകാരനെ കണ്ട കാര്യം.
റോസിയുടെയും കൊച്ചിനുടെയും അമ്മച്ചി മറിയാമ്മച്ച അടുത്തേക്ക് ഞാൻ മൂന്നാമത്തെ കുഞ്ഞിനെ പോലെ ഒന്ന് പോയി കാണണമെന്നും ഒരു ചട്ടയുടെയും മുണ്ടിനും തുണി വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊച്ചുണ്ണി കൊച്ചുണ്ണിയുടെ പഴയ തോക്കുണ്ട്, അത്യാവശ്യത്തിന് അതേലും ഉണ്ടേ ഉണ്ട്. അവന്റെ തോക്കും ഉണ്ടേക്കെ അവന്റെ ഇരിക്കത്തേ ഉള്ളൂ. കൊച്ചുണ്ണിയെ വീഴ്ത്താനുള്ള ഒരു ഐഡിയ എന്റെ ഉണ്ട്. പെങ്ങളെ ചതിച്ച കഥ മറന്നേച്ച് അവൻ അളിയാന്ന് വിളിച്ചോണ്ട് ഓടി ഇങ്ങി വരും. ഒരു 3000 രൂപ തരാവോ? 3000 രൂപ നിനക്ക് എന്നാ കൊച്ചിനുടെ പ്രശ്നം തീരുവോ? 3000 രൂപ വെച്ച് ഞാൻ ഒരു കളി കളിക്കും. 3000 രൂപ വെച്ച് നീ ഒരു കളി കളിച്ചാൽ കൊച്ചിനുടെ പ്രശ്നം തീരുവന്നു. ഒരു 3000 രൂപ തരാമല്ലോ പറഞ്ഞേ, ബാക്കി എനിക്ക് വിട്ടേരെ. അതൻ കൊടു മാത്തൂട്ടി, അവൻ വല്ല ബുദ്ധിമോശം കണ്ടാണ്. ആ നല്ല ചെലവാ വന്നപ്പോ തൊട്ട്. വെളി വാടാ. എടാ വെളി വരാൻ. എടാ വെളി വരാനാ പറഞ്ഞേ. ആ എടാ ഇരിടാ. എടാ കിടക്കടാ. ആ ആ കുളിപ്പിച്ചു കുളിപ്പിച്ചു, നന്നായിട്ട് കുളിപ്പിച്ചു. അടങ്ങിയിരുന്നോണം. ആ ആ എന്നാ. ആ ശരിക്കും തേച്ച് പിടിപ്പിച്ചു. ആ നല്ലപോലെ പതയട്ട പതയട്ടാ. ഇതെന്നതാ കൊച്ചുണ്ണി, പട്ടിയെ തോക്ക് ചൂണ്ടിയാണോ കുളിപ്പിക്കുന്നേ? ചില പട്ടികൾ തോക്ക് കണ്ടാലേ അടങ്ങിയിരിക്കും. നീ ഇപ്പൊ എവിടുന്ന? ആ പറയാ. കൊച്ചുണ്ണിക്ക് തരാനേ ഒരാളൊരു സാധനം തന്നു വിട്ടിട്ടുണ്ട്. എന്നതാ? സ്കോച്ച്. എനിക്ക് തരാനോ? ആരാ തന്നു? അതൊക്കെ പറയാം, ബാ നമുക്ക് അങ്ങോട്ടിരിക്കാം. നല്ലപോലെ കുളിപ്പിക്കണം. ചേട്ടാ എനിക്കൊരു